മഞ്ഞുമ്മൽ ബോയ്സിന്റെ ട്രെയിലർ വന്നിരിക്കുകയാണ് മക്കളെ. വളരെ സൈലൻ്റായി, എന്നാൽ വലിയ ഹൈപ്പ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആവറേജ് ഹൈപ്പിൽ വന്ന് തിയേറ്റർ പൂരപ്പറമ്പായി. നമ്മളൊക്കെ ഇങ്ങനെ വാവ് പറഞ്ഞിരിക്കാൻ മാത്രം മഞ്ഞുമ്മൽ ബോയ്സിനൊരു കപ്പാസിറ്റി ഉണ്ടോയെന്ന് ചോദിച്ചാൽ എൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു മഞ്ഞുമ്മൽ ബോയ്സ് അതൊരു സാധനമായിരിക്കും എന്നുള്ളത്. ബിക്കോസ് അതിൻ്റെ ഒരു കാസ്റ്റ്, അതിൻ്റെ ടെക്നീഷ്യൻസ് ആൻഡ് മെയിൻലി അതിൻ്റെ സ്റ്റോറി ലൈൻ, അതായത് ഒരു റിയൽ ലൈഫ് ഹാപ്പനിങ്. ഓക്കെ, ഫ്രണ്ട്ഷിപ്പ്, ഫ്രണ്ട്സിൻ്റെ ഇടയിൽ ഒരു യാത്രയ്ക്കിടയിൽ നടന്നൊരു സംഭവം. സോ ഹോൾ ഇൻ ഓൾ അവരുടെ ഒരു ഇൻ്റർവ്യൂ സാധനങ്ങളും പിന്നെ ഇതിനെക്കുറിച്ചുള്ള ഓരോ അപ്ഡേറ്റ്സും ഒക്കെ അങ്ങനെ വരുമ്പോൾ തന്നെ ലൈക്ക് സംതിങ് ദെയർ ടു ലൈക്ക് എക്സൈറ്റ് ആവാൻ മാത്രം എന്തോ ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ എന്താണെങ്കിലും ട്രെയിലർ വന്നിട്ടുണ്ട്. സാധാരണ ഞാൻ ട്രെയിലർ കണ്ടതിന് ശേഷം വന്നിരുന്നിട്ട് പിന്നെയും കാണാറുണ്ട്. ഇത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇപ്പോൾ നിങ്ങളെ പ്ലേ ചെയ്യുമ്പോൾ തന്നെയാണ്, നിങ്ങളെ കാണിക്കുമ്പോൾ തന്നെയാണ് ഞാനും കാണുന്നത്. അപ്പോൾ കുറച്ച് കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. அந்த இடத்தோட உண்மையான பேர் என்ன தெரியுமா? ഡെവിൾസ് കിച്ചൺ, സാത്താനിൻ അടുക്കൽ. അതന്നെ സംഗതി. അപ്പോൾ ഇതുവരെ കേട്ടതും ആ ഒരു സിനിമയെക്കുറിച്ച് ലൈക്ക് നമുക്കറിയാലോ, ഇങ്ങനെ വരുമല്ലോ എന്താണ് സംഗതി എന്നുള്ളത്. അപ്പോൾ അത് തന്നെയാണ്, അതായത് മഞ്ഞുമ്മൽ, എറണാകുളത്തുള്ള മഞ്ഞുമ്മൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് അവരുടെ ജേണി കൊടൈക്കനാൽ. ഈ ഡെവിൾസ് കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണ കേവ്സ്, നമ്മുടെ കമലഹാസൻ്റെ ഗുണ സിനിമ ഒക്കെ ഷൂട്ട് ചെയ്ത അതുകൊണ്ടാണ് ആ കേവ് ഗുണ, ആ ഒരു കേവിൻ്റെ പേരൊക്കെ വന്ന് സിനിമയുടെ ഷൂട്ടിങ്ങിന് ശേഷം. അപ്പോൾ ഡെവിൾസ് കിച്ചൺ എന്ന് പറഞ്ഞൊരു അത് കുറച്ച് പറയാനുണ്ട്. ഓക്കെ, ഒരു കേവാണ്. അപ്പോൾ അത് തന്നെയാണ് തോന്നുന്നു. നമുക്ക് ബാക്കി ട്രെയിലർ കണ്ടതിന് ശേഷം സംസാരിക്കാം. ഓ, ബാലു, ദീപക്, എല്ലാവരും ഉണ്ട് കേട്ടോ. സൗബിൻ, നമ്മുടെ ഇവൻ ശ്രീനാഥ് വാസി, കംപ്ലീറ്റ് ടീമാണ്. കിടിലം ഫ്രെയിമടെ. പോസ്റ്റർ കണ്ടപ്പോൾ തന്നെ ഞാൻ സത്യത്തിൽ ആ ഒരു എല്ലാവരും ഇങ്ങനെ ചായക്കടേന് മുന്നിൽ ആ ഒരു വിൻറ്റേജ് ഡ്രസ്സ് ഇട്ടേക്കുമ്പോൾ രസമുണ്ട്. ഇപ്പോൾ നമ്മൾ തന്ത വൈബാണെങ്കിലും 90s കിഡ്സിന് ആ ഒരു സംഗതി ഭയങ്കരമായിട്ട് രസമാണ്. അത് കാണുമ്പോൾ നൊസ്റ്റു അടിക്കും. അതാണ് ആ കേവിനകത്ത് വന്നൊരു ഗുണ സിനിമ, ആ റെഫറൻസ് സംഗതി അതന്നെ, സ്റ്റോറി അതന്നെയാണെന്നുള്ളത് ഇപ്പോൾ ഏകദേശം ഈ ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായി. അവിടെ അതൊക്കെ സ്റ്റോറി ഭയങ്കര രസമുണ്ടോ എടുത്ത് വെച്ചത്. ഈ ഫ്രെയിം കാണുമ്പോൾ തന്നെ ഭയങ്കര ഭംഗിയാണ്. പിന്നെ ഇത്രയും പാക്ക് ഓഫ് യങ് ആക്ടേഴ്സ്. സുഷീൻ ശ്യാം, நீங்களே கூட்டு வந்து மர்டர் செஞ்சுட்டு ஒன்னும் தெரியாத மாதிரி போலீஸ் ஸ்டேஷன்ல வந்து கடல் கொடுக்குறீங்களா? മോനെ, അതായത് ഫ്രണ്ട്സിലെ കൂട്ടത്തിൽ ഒരാൾ പെട്ടുപോയിട്ട് പിന്നെ രക്ഷിക്കുന്ന ആ ഒരു തന്നെ, അത് ഭയങ്കര മേക്കിംഗ് ആവുന്നുണ്ട് ഈ സംഗതി. കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇങ്ങനെ ഉണ്ട്. ആ മേക്കിങ്ങും അത് എങ്ങനെയാണ് അവർ പുൾ ഓഫ് ചെയ്യണതെന്നുള്ളതൊക്കെ ഭയങ്കരമായിരിക്കും. കാരണം ഈ അടുത്താണ് ഈ മഞ്ഞുമ്മൽ ബോയ്സിൻ്റെ അനൗൺസ്മെൻറ്റിന് ശേഷമാണ് എനിക്ക് കൂടുതലായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് വാട്സാപ്പ് ഫോർവേഡായിട്ടും ഇങ്ങനെ എന്താണ് ആ ഇൻസിഡൻറ്റ് എന്നുള്ളതൊക്കെ നമ്മളൊക്കെ ഇങ്ങനെ നോക്കി കണ്ട് അറിയാൻ തുടങ്ങിയത് കേട്ടോ. சென்ட்ரல் மினிஸ்டராலே ஒன்றும் பண்ண முடியாது. உங்களால் என்ன தம்பி பண்ண முடியும்? റെസ്ക്യൂ ദൈവം എന്നൊക്കെ പറഞ്ഞ ഈ മോളിന്നൊക്കെ അങ്ങനെ വിളിച്ചു.
ആരെ പെടുന്നേ മനസ്സിലാണല്ലോ, കുട്ടേട്ടനാണോ? மனிதர் உணர்ந்து கொள்ள இது மனித காதல் அல்ல. മരത്തുമുള്ള ഫോട്ടോ അത് നൊസ്റ്റുമാണ്. ക്ലോസ്. മഞ്ഞുമൽ ബോയ്സ് കമ്മിങ് സൂൺ ഇൻ തിയേറ്റേഴ്സ്. വൈബായിരിക്കും ഇവിടെ പടം, ഒന്നും പറയാനില്ല. മഞ്ഞുമൽ ബോയ്സ് ഈ ഒരു ട്രെയിലർ ഇറങ്ങിയതിന് ശേഷം ഭയങ്കര എക്സ്പെക്റ്റേഷൻ കൂടി എനിക്ക് ട്രെയിലർ കണ്ടതിന് ശേഷം. കാരണം ഈവൻ ഇഫ് നമുക്ക് ഇതിൻ്റെ ഒരു സ്റ്റോറി ലൈൻ അറിഞ്ഞാലും അത് ഭയങ്കര ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം ആ റെസ്ക്യൂ എങ്ങനെയാണ് നടക്കുന്നത്, അവരുടെ തമ്മിലുള്ള ഇമോഷൻസ്, ആ ഒരു പാക്ക് ഓഫ് ആക്ടേഴ്സ് തമ്മിലുള്ള ഒരു വൈബ്, അവരുടെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യുമ്പോൾ അവരുടെ ഒരു എനർജി, കെമിസ്ട്രി, സൗബിൻ, ശ്രീനാഥ്, പിന്നെ ഗണപതി, അരുൺ, ഒരുപാട് പേരുണ്ട് ഇതിനകത്ത്, ദീപക്, കണ്ടമനം, ബാലു, കുറേ ആക്ടേഴ്സ്, ഒരു പാക്ക് ഓഫ് ആക്ടേഴ്സ്. വേറെ രസമായിരിക്കും. ആൻഡ് ദ ഡയറക്ടർ, ജാനേവൻ്റെ ഡയറക്ടറാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ജാനേവൻ നല്ല ഇഷ്ടപ്പെട്ടൊരു മൂവിയാണ്. മൊത്തത്തിൽ നോക്കുമ്പോൾ ഹോൾ ഇൻ ഓൾ ഒരു കിടിലൻ തിയേറ്റർ പൂരപ്പറമ്പാവാനുള്ള നമ്മളെ രോമാഞ്ചം പോലെയുള്ള ഒരു സംഗതി. ഈ രോമാഞ്ചത്തേക്കാൾ കൂടുതൽ ഇതിലൊരു ഇമോഷണൽ സാധനമൊക്കെ കടന്നു വരും, എങ്ങനെയാണ് ഈ ഇൻസിഡൻറ്റ് പുൾ ഓഫ് ചെയ്യണമെന്നുള്ളതൊക്കെ. അപ്പോൾ ഇത് ആക്ച്വലി വർഷങ്ങൾക്ക് മുമ്പ് മനോരമ സൺഡേയിൽ സപ്ലിമെൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു ലേഖനമായിരുന്നു. ആ ലേഖനത്തിലാണ് ഈ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ച് പറയുന്നത്. ഞാൻ കൂടുതലായിട്ട് ഇനി അതിനെക്കുറിച്ച് പറയുന്നില്ല, അറിയാത്തവരെ ഇനിയിപ്പോൾ ആ ഒരു കഥ ഞാൻ അറിയിക്കുന്നില്ല. ഇത്രയേ ഉള്ളൂ. കൊടൈക്കനാലിലേക്ക് ട്രിപ്പ് പോകുന്ന ഒരു കൂട്ടം പയ്യന്മാരും ഒരു കേവിനകത്ത് പിന്നെ അങ്ങോട്ട് ഇൻസിഡൻ്റാണ് നടക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു ജേണി, മഞ്ഞുമലിൽ നിന്ന് അവർ കൊടൈക്കനാലിലേക്ക് പോകുന്ന ജേണിയും കാര്യങ്ങളും, പിന്നെ ഈ ഗുണ കേവ് ലൈക്ക് എനിക്ക് എന്തൊരു സായിപ്പ് എങ്ങാണ്ട് പോയിട്ട് കേവ് എക്സ്പ്ലോർ ചെയ്തിട്ട് കേവിനകത്ത് പിന്നെ അവർ ഒരു കൂട്ടം ആളുകളെ കൊണ്ട് സായിപ്പ് പോവലും ആ കേവിൻ്റെ ഉള്ളിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദം കേൾക്കലും, ആ ശബ്ദം കേട്ടത് പിന്നെ അവർ കുറേയാണ്ട് പോയപ്പോഴത്തേക്ക് പിന്നെ അവർക്കൊന്നും കാണാൻ പറ്റിയില്ല. അങ്ങനെ അവർ തിരിച്ചു പോന്നിട്ട് പിന്നെ അതിന് ഡെവിൾസ് കിച്ചൺ എന്നുള്ളൊരു പേര് വരവും. എനിക്ക് തോന്നുന്നു അതിന് ശേഷം ഒരുപാട് 6-7 ആൾക്കാർ അവിടെ കാണാതായിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു അറിവ്. അങ്ങനെ മഞ്ഞുമൽ നിന്ന് പോയ പയ്യന്മാരുടെ കൂട്ടത്തിൽ ഒരാൾ പെടുകയും, അതാണ് ആ ഒരു സിനിമേൻ്റെ കഥ. ഇപ്പം തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ത്രില്ലിംഗ് ആയില്ലേ, ഇത് പറയുമ്പോൾ തന്നെ എനിക്ക് ത്രില്ലിംഗ് ആണ്. അപ്പോൾ ഹോൾ ഇൻ ഓൾ ഒരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് മഞ്ഞുമൽ തരും എന്നുള്ളത് എക്സ്പെക്റ്റ് ആണ്. സുശീൻ ശ്യാം അറിയാലോടെ, അയാൾ ഒരു എലവേറ്റ് ചെയ്ത് കൊണ്ടുപോകും പടത്തിനെ. ഓരോ സിറ്റുവേഷനും ഇങ്ങനെ പൊക്കി അടിച്ച് കൊണ്ടുപോയിക്കോളും. സോ കംപ്ലീറ്റ്ലി ഒരു മസ്റ്റ് തിയേറ്റർ വാച്ച് ആവാൻ സാധ്യതയുള്ള, തിയേറ്റർ പൂരപ്പറമ്പാവാൻ സാധ്യതയുള്ള ഒരു കിടിലം പടത്തിന് വെയിറ്റിംഗ് ആണ്.